പനി മാറുന്നതിന് റമ്മിൽ കുരുമുളക് ചേർത്ത് കുടിക്കുന്ന ഒരു രീതി മലയാളികൾക്കിടയിലുണ്ട്. അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നായിട്ട് മദ്യം കിട്ടിയാൽ എങ്ങനെയിരിക്കും? 1920 മുതൽ 33 വരെ US-ൽ ഫാർമസിയിൽ മദ്യം മരുന്നായിട്ട് വിറ്റിരുന്നു. പക്ഷേ റമ്മിന് പകരം മെഡിസിനൽ വിസ്കി ആയിരുന്നു എന്ന് മാത്രം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരു പൈന്റ് വിസ്കി ഫാർമസിയിൽ നിന്ന് വാങ്ങി ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഡോക്ടറുടെ അടുത്ത് പോയി പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് മദ്യം വാങ്ങിച്ച് കുടിക്കുന്നത്? അതിന് കാരണം ഈ കാലയളവ് പ്രൊഹിബിഷൻ എറ എന്നറിയപ്പെടുന്ന മദ്യനിരോധന കാലമായിരുന്നു. മദ്യത്തിന്റെ ഉൽപാദനവും ഇറക്കുമതിയും വിൽപ്പനയും അമേരിക്കയിൽ നിരോധിച്ച സമയം. ഈ ഒരു കാലഘട്ടത്തിൽ വിഷമദ്യം കുടിച്ച് 10,000-ലധികം പേര് അമേരിക്കയിൽ മരിച്ചിട്ടുണ്ട്. ഈ മെഡിസിനൽ വിസ്കി എന്ന ലൂപ്പ് ഹോൾ മുതലെടുത്ത് 6 കമ്പനികൾ ഗവൺമെന്റിൽ നിന്ന് ലൈസൻസ് വാങ്ങി ഈ വിസ്കി ഉണ്ടാക്കി ബ്ലാക്കിലും അല്ലാതെയും വിറ്റ് ഇഷ്ടം പോലെ കാശുണ്ടാക്കി. കാരണം പ്രൊഹിബിഷൻ എറയിൽ കള്ളുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ.